ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഈ കാണുന്ന കൂൺ വിത്തുകൾ ഞാൻ എവിടെ നിന്നാണ് മേടിക്കുന്നത്, നമുക്കിത് എവിടെ നിന്നൊക്കെ മേടിക്കാൻ സാധിക്കും, ഇങ്ങനെ തുടങ്ങിയ കാര്യങ്ങളെ പറ്റിയായിരിക്കും. ആദ്യമേ തന്നെ ഈ കാര്യം നമുക്ക് സംസാരിക്കാനും ഇതിനെപ്പറ്റി കൂടുതൽ അറിയാനും വിത്ത് കിട്ടാനും വേണ്ടി നമുക്ക് സമീപിക്കാൻ പറ്റുന്നതാണ് കൃഷിഭവൻ. കൃഷിഭവൻ നേരിട്ടോ അല്ലെങ്കിൽ അവരുടെ സഹായത്തോടു കൂടിയോ നമുക്ക് വിത്തുകൾ കിട്ടും. ആ കാര്യത്തിൽ ഉറപ്പാണ്. കൃഷിഭവൻ ഓഫീസറിന്റെ നല്ലൊരു സഹായം നമുക്ക് കൂൺ കൃഷിയിൽ ഉറപ്പായിട്ടും പ്രതീക്ഷിക്കാം. അത് ഞാൻ നേരിട്ട് അറിഞ്ഞതാണ്. അപ്പോൾ നിങ്ങൾക്ക് കൂൺ കൃഷി ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ ഒരു കാര്യം ആദ്യമേ നിങ്ങളുടെ അടുത്തുള്ള കൃഷിഭവൻ ഓഫീസറുമായിട്ട് സംസാരിക്കുക. അപ്പോൾ അവർ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയത്തില്ലെങ്കിൽ തന്നെ അവർ അതിന് വേണ്ടിയ ക്ലാസ്സും കാര്യങ്ങളും അറേഞ്ച് ചെയ്ത് തരും. ഇപ്പോൾ ഈ പറഞ്ഞതിൻ്റെ തൊട്ട് കൃഷിഭവനുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെ സഹായത്തോടു കൂടി നമുക്ക് വിത്തുകൾ വാങ്ങാൻ സാധിക്കും. അടുത്തതായിട്ട് കൃഷി വകുപ്പിൻ്റെ കീഴിലുള്ള ഹോർട്ടിക്കൾച്ചർ, അഗ്രികൾച്ചർ ഫാമുകളിലൂടെ നമുക്ക് വിത്തുകൾ വാങ്ങാൻ സാധിക്കും. അവരുമായിട്ട് കോൺടാക്ട് ചെയ്ത് വിത്തുകൾ ലഭ്യമാണോ അല്ലയോ എന്ന് മനസ്സിലാക്കിയതിന് ശേഷം നമുക്ക് അതുവഴി വിത്തുകൾ വാങ്ങാൻ സാധിക്കും. ഇപ്പം നിങ്ങൾ ഈ കാണുന്ന ഈ ബോക്സിനകത്തെ വിത്ത് ഞാൻ എറണാകുളം ലീനാസ് മഷ്റൂംസ് ഫാമിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുള്ളത്. അത് DTDC വഴിയാണ് എനിക്കിവിടെ വീട്ടിൽ കിട്ടിയേക്കുന്നത്. ഞാൻ കൂൺ കൃഷി ആരംഭിച്ചപ്പം തൊട്ടേ വിത്തുകളെല്ലാം മേടിക്കുന്നത് ലീനാസ് മഷ്റൂം ഫാമിൽ നിന്ന് തന്നെയാണ്. ഇതിനായിട്ടും എനിക്ക് ഒരു കംപ്ലൈൻറ്റും വന്നിട്ടില്ല. ബെസ്റ്റ് വിത്തുകളാണ് എനിക്ക് അവിടുന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു ഫാമിൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ വീഡിയോയുടെ അവസാനം കൊടുത്തേക്കാം. ഇതേപോലെ കുറേ ഫാമുകളുടെ നമ്പർ എൻ്റെ കയ്യിലുണ്ട്. ഞാനിങ്ങനെ വിത്തുകൾ മേടിക്കുന്ന സമയത്ത് ഇങ്ങനെ പല സ്ഥലത്ത് തിരക്കി ഒപ്പിച്ച് വെച്ച നമ്പറാണ്. പക്ഷേ അതൊന്നും ഞാൻ ഈ വീഡിയോയിൽ ആഡ് ചെയ്യുന്നില്ല, കാരണം ഞാൻ അവരോടൊന്നും പെർമിഷൻ ചോദിച്ചിട്ടില്ല. ഇതേപോലെ കേരളത്തിൽ പല കർഷകരും വിത്തുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ അടുത്ത് കിടക്കുന്ന ഫാം ഏതാണോ അവിടെ പോയി ഡയറക്റ്റ് കളക്ട് ചെയ്യാൻ സാധിക്കുവാണെങ്കിൽ വിത്ത് മാത്രമായിരിക്കത്തില്ല നമുക്ക് കിട്ടുന്നത്, അവരുടെ അറിവും നമുക്ക് കണ്ടു മനസ്സിലാക്കാൻ പറ്റും കുറേ കാര്യങ്ങൾ. ഇങ്ങനെ നമ്മുടെ അടുത്ത് കിടക്കുന്ന കൂൺ കർഷകരെ നമുക്ക് എങ്ങനെ കണ്ടെത്താൻ സാധിക്കും, അവരുടെ കോൺടാക്ട് നമ്പർ എങ്ങനെ കിട്ടുമെന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പോഴും ഡൗട്ടായിരിക്കും. അതിന് ഒറ്റ ഒരു മാർഗ്ഗമേ ഉള്ളൂ, നിങ്ങളുടെ അടുത്തുള്ള കൃഷിഭവനുമായിട്ട് ബന്ധപ്പെടുക. ആ ഒരു കൃഷിഭവനിൽ ഉറപ്പായിട്ട് ആ ഏരിയയിലുള്ള എല്ലാ കൂൺ കർഷകരുടെയും കോൺടാക്ട് ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം കാണും. ഞാൻ ഇത്ര കോൺഫിഡൻസോടെ പറയാൻ കാരണം നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ പല പദ്ധതികളും കൂൺ കർഷകരെ സഹായിക്കാൻ വേണ്ടിയുണ്ട്. ഒരു 80 ബെഡിൻ്റെ മേപ്പോട്ട് ബെഡ് ചെയ്യുന്നവർക്ക് ഒരു അടിസ്ഥാന സപ്പോർട്ട് എന്നുള്ള രീതിയിൽ പല പദ്ധതികളുമുണ്ട്. അപ്പം ഇങ്ങനെയുള്ള കർഷകരെല്ലാം ഈ ഒരു പദ്ധതിയുടെ ഭാഗമായി കാണും. അപ്പോൾ അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഈ ഒരു ഓഫീസിൽ കാണും. നമുക്കിപ്പോൾ ഡയറക്റ്റ് പോയി വിത്ത് എടുക്കാൻ പറ്റാത്ത അവസ്ഥയാണെങ്കിൽ ഈ കാണുന്ന തൊട്ട് DTDC പോലുള്ള കൊറിയർ സർവീസ് വഴിയും കർഷകർ നമുക്ക് വിത്ത് അയച്ചു തരും. അറിയാത്തവർക്ക് വേണ്ടിയാണ് പറയുന്നത്. ഇങ്ങനെ നമുക്ക് DTDC പോലുള്ള കൊറിയർ സർവീസ് വഴി വിത്തുകൾ കിട്ടണമെങ്കിൽ ഈ കർഷകർക്ക് നമ്മൾ മേടിക്കാൻ പോകുന്ന വിത്തിൻ്റെ പൈസ മുൻകൂറായിട്ട് കൊടുക്കണം. ഇങ്ങനെ ചെയ്യുമ്പോൾ വിത്തിൻ്റെ കൂടാതെ നമുക്ക് കൊറിയർ ചാർജും കൂടെ ആവും. അതൊന്ന് ഓർമ്മിപ്പിച്ചാണ്. ഞാൻ ഇത്ര നേരം പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് കൂൺ വിത്തുകൾ വേണമെങ്കിൽ ഗവൺമെൻറ് സ്ഥാപനങ്ങളിൽ നിന്നോ ഹൈടെക് രീതിയിൽ കൂൺ കൃഷി ചെയ്യുന്ന കർഷകരുടെ കയ്യിൽ നിന്നോ നിങ്ങൾക്ക് ഡയറക്റ്റ് കൂൺ മേടിക്കാൻ സാധിക്കും. ഹൈടെക് ഫാമുകളിൽ അവരുടെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി വെളിയിൽ സെല്ല് ചെയ്യാൻ വേണ്ടിയാണ് അവർ കൂൺ വിത്തുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അവർക്ക് അതിൻ്റേതായിട്ടുള്ള സജ്ജീകരണങ്ങളെല്ലാം അവരുടെ ഫാമിൽ ഉണ്ടായിരിക്കും. അപ്പോൾ വിത്ത് എവിടുന്ന് കിട്ടുന്നെന്നുള്ള നിങ്ങളുടെ ചോദ്യത്തിന് ഉത്തരം കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ കാണുന്നതാണ് ലീനാസ് മഷ്റൂം ഫാംസിൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ്. ഇത് ഒരു തരത്തിലും പെയ്ഡ് ആയിട്ടുള്ള ഒരു റെക്കമെൻഡേഷൻ അല്ല. ഇവരുടെ ആദ്യം തൊട്ടേ ഞാൻ വിത്ത് മേടിക്കുന്നത് കൊണ്ടും എല്ലാ വട്ടവും എനിക്ക് നല്ല ക്വാളിറ്റി ഉള്ള വിത്ത് തന്നെയാണ് കിട്ടുന്നത്. ആ ഒരു സാറ്റിസ്ഫാക്ഷൻ്റെ പേരിലാണ് ഞാൻ ഇവരെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്, നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് വിത്ത് വേണമെന്നുണ്ടെങ്കിൽ ഇവരെ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്ത് നോക്കുക. ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള മെയിൻ കാരണം ഞാൻ നേരത്തെ ഇട്ടേക്കുന്ന വീഡിയോസിൽ കൂൺ വിത്തുകൾ നമുക്ക് എങ്ങനെ മേടിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് കുറേ കമൻറ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ബേസിലാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഈ വീഡിയോ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ അടുത്തതായിട്ട് ഞാൻ എന്തോ വീഡിയോ ചെയ്യണമെന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സജഷൻ ഉണ്ടെങ്കിൽ അതും ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്തേക്കുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. നിങ്ങൾക്ക് ആവുന്ന രീതിയിലെല്ലാം നമ്മളെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അടുത്തതായിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ കാണുന്ന സംഭവത്തിനെ കുറിച്ചുള്ള വീഡിയോ ആണ്. ഇതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ ഉറപ്പായിട്ടും ഇതിനെപ്പറ്റി ഒരു കമൻറ്റ് ഇട്ടേക്കുക.